പല്ല് എടുത്തതിന് ശേഷം നമ്മൾ ആ ഏരിയയിൽ നാക്കോ സ്ട്രോയോ ഒരു സാധനം ഇട്ട് കുത്തി നോക്കാൻ പാടില്ല. ചൂടുള്ള ഒരു ആഹാരവും കഴിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ വായ കൊപ്പിളിക്കുമ്പോൾ ഒത്തിരി ഇട്ട് കുലുക്കി കൊപ്പിളിക്കാൻ പാടില്ല. ജസ്റ്റ് വായിലൊന്ന് വെള്ളം എടുത്ത് അങ്ങനെ അങ്ങ് തുപ്പിക്കളയാനേ പാടുള്ളൂ. ഡോക്ടർ സ്റ്റോക്കിങ്ങിൽ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ റെന അഭിലാഷ്, ഡെന്റിസ്റ്റ്. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. ഡോക്ടർ, ഈ പല്ലെടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളത് ആർക്കും അറിയില്ല. അപ്പോൾ പല്ലെടുക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്, എപ്പോഴാണ് ഇതിൻ്റെ ആവശ്യം വരുന്നതെന്ന് ഒന്ന് പറയാമോ? മാക്സിമം നമ്മൾ പല്ല് സേവ് ചെയ്യാൻ തന്നെ നോക്കണം. പക്ഷെ ചില കണ്ടീഷനിൽ നമുക്ക് പല്ല് സേവ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതായത് പല്ല് ഒത്തിരിയും കേടായി അതിന് വേര് ഭാഗം മാത്രമേ ഉള്ളുവെങ്കിൽ നമ്മളത് എടുത്ത് കളയും. പിന്നെ ചിലപ്പോൾ ഈ റൂട്ട് കനാൽ ചെയ്തിട്ട് ക്യാപ്പ് ഇടാതെ ചിലവർ വെക്കും. അപ്പോൾ അങ്ങനത്തെ കേസിൽ പല്ല് പൊട്ടിപ്പോകും. അപ്പോൾ ആ സ്റ്റേറ്റിലും നമുക്കത് എടുത്ത് കളയണം. പിന്നെ കൊച്ചുകുട്ടികളിലാണെങ്കിൽ ആ പാൽപ്പല്ല് ആടി തുടങ്ങുമ്പോഴത്തേക്കും അത് കറക്റ്റ് ടൈമിൽ എടുത്തു കൊടുക്കണം. എന്നാലേ നമ്മളുടെ നെക്സ്റ്റ് ടൂത്ത് കറക്റ്റ് സ്പേസിലും കറക്റ്റ് സ്ഥലത്തും വരത്തുള്ളൂ. പിന്നെ ചിലവർക്ക് പെരിഡോണ്ടൽ കണ്ടീഷൻസ് കാരണം പല്ലിൽ ആട്ടമുണ്ടാകും. അപ്പം അങ്ങനത്തെ കേസുകളിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സിവിയറായിട്ട് അവരെ ഓറൽ ഹൈജീൻ മോശമായിട്ട് അവർക്ക് ബോൺ സപ്പോർട്ട് ഒന്നും ഇല്ല, പല്ലെല്ലാം ആടി തുടങ്ങുവാണെങ്കിൽ ആടുന്നതനുസരിച്ച് നമ്മളത് എടുത്തു കൊടുക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് ഈ അതായത് പല്ലിൽ സെറ്റ് വെക്കുമെന്ന് പറയത്തില്ലേ, അങ്ങനത്തെ പ്രോസ്റ്റഡോണ്ടിക് അപ്ലയൻസസ് വെക്കുമ്പോഴത്തേക്കും ആ മെച്ചമുള്ള പല്ലുകൾ എടുത്തു കൊടുക്കും. അതും എടുത്തു കൊടുത്തിട്ട് നമുക്ക് പല്ല് സെറ്റ് വെക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ കണ്ടീഷൻസിലാണ് കൂടുതൽ നമ്മൾ എക്സ്ട്രാക്ഷൻ ചെയ്യുന്നത്. പിന്നെ എക്സ്ട്രാക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തേർഡ് മോളാർ എക്സ്ട്രാക്ഷൻ ഉണ്ട്. അത് ചിലവർക്ക് അത് ചരിഞ്ഞൊക്കെ ആയിരിക്കും വരുന്നത്. ഒന്നി അത് നാവിൽ തട്ടും, അല്ലെങ്കിൽ അത് കവിളിൽ തട്ടി മുറിയും. ഈ ക്രോണിക്കായിട്ട് പല്ല് തട്ടി വായും കവിളും മുറിയുന്നത് അത്ര നല്ല കാര്യമല്ല. ക്യാൻസർ വരെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. അപ്പം അങ്ങനത്തെ കേസുകളിൽ നമ്മൾ പല്ല് എടുത്തു കൊടുക്കുകയല്ലാതെ വേറെ മാർഗമില്ല. അപ്പോൾ നമ്മൾ പല്ലെടുക്കുന്നതിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ പല്ല് എടുത്തു കഴിഞ്ഞിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളത് ആർക്കും അറിയില്ല. ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് കഴിക്കും പല്ലെടുത്ത് കഴിഞ്ഞാൽ ഉടനെ. പക്ഷെ അത് കഴിഞ്ഞിട്ടൊക്കെ എന്തൊക്കെ ചെയ്യണം, എന്തിനാണ് ഈ ഐസ്ക്രീം ഒക്കെ കഴിക്കുന്നത്, ഇതിൻ്റെയൊക്കെ ആവശ്യകത ഒന്ന് പറയാമോ? പല്ല് എടുത്തതിന് ശേഷം ആദ്യം നമ്മൾ ആ ഏരിയയിൽ നമ്മൾ ഒരു കോട്ടൺ കൊടുക്കും കടിച്ച് പിടിച്ച് വെക്കാനായിട്ട്. അത് കൃത്യമായിട്ട് ഒരു 1/2 hour കടിച്ച് പിടിച്ച് തന്നെ വെക്കണം. ആ സമയത്ത് മറ്റേ തുപ്പൽ വരുമ്പോൾ തുപ്പിക്കൊണ്ടൊന്നും ഇരിക്കാൻ പാടില്ല. ആ തുപ്പലങ്ങ് വിഴുങ്ങിയാൽ ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് തുപ്പൽ വരുന്നതൊക്കെ വിഴുങ്ങിയിട്ട് ആ പഞ്ഞി നല്ല ഇറുക്കി കടിച്ച് പിടിച്ചേക്കണം. ആ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനാണ് ഇനീഷ്യൽ ആ പഞ്ഞിയിലെ പ്രഷറിൽ ആണ് ആ ബ്ലീഡിങ് സ്റ്റോപ്പ് ആവുന്നത്. അതിന് ശേഷം ഒരു 1/2 hour ശേഷം പഞ്ഞി നമ്മൾ കറക്റ്റായിട്ട് എടുത്ത് മാറ്റും. പിന്നെ വേറെ പഞ്ഞി ഒന്നും എടുത്ത് വെക്കരുത്. അതിന് ശേഷമാണ് നമ്മൾ നല്ലൊരു തണുത്ത ഐസ്ക്രീമോ ജ്യൂസോ കുടിക്കേണ്ടത്. അത് ആ ബ്ലീഡിങ്ങിനെ കുറച്ചും കൂടെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ആ ഇത് ജ്യൂസ് അല്ലെങ്കിൽ ഐസ്ക്രീം കുടിക്കാൻ പറയുന്നത്. പിന്നെ കുറച്ചൊരു സൂതനിങ് എഫക്റ്റ് കിട്ടും. വായിക്കാത്ത ഒരു നംനെസ്സും സൂതനിങ് പെയിനും നമുക്ക് അധികം തോന്നത്തില്ല. മരവിപ്പ് കുറയും ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ. അപ്പോൾ ആ ഒരു ചിലവർക്ക് പെയിൻ വരാൻ തുടങ്ങും. അപ്പം ആ ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ചെറിയൊരു നംനെസ് ഫീലിംഗ് വരുന്നത് കാരണം പെയിൻ വരത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഐസ്ക്രീമും ജ്യൂസും ഒക്കെ കുടിക്കാൻ പറയുന്നത്. പക്ഷേ ഈ ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ നമ്മൾ സ്ട്രോ ഒന്നും ഇട്ട് കുടിക്കരുത്. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ല് എടുത്തതിന് ശേഷം നമ്മൾ ആ ഏരിയയിൽ നാക്കോ സ്ട്രോയോ ഒരു സാധനം ഇട്ട് കുത്തി നോക്കാൻ പാടില്ല. കുറച്ച് നേരത്തേക്ക് മരവിപ്പ് എന്തായാലും കാണും. അപ്പോൾ ചിലവർക്ക് ഈ മരവിപ്പ് പോയില്ലല്ലോ എന്നൊക്കെ ഒരു ആങ്സൈറ്റിയിൽ കുത്തിയൊക്കെ നോക്കും. അതൊക്കെ നാക്ക് വെച്ച് ഇങ്ങനെ നാക്ക് വെച്ച് ഇങ്ങനെയൊക്കെ നോക്കും. പക്ഷെ അത് ഭയങ്കര ഡേഞ്ചറസ്. കാരണം ആ ഒരു ക്ലോട്ട് അവിടെ നിന്ന് ഇളകി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഹീൽ ചെയ്യാൻ ഭയങ്കര പാടാണ്. ഡ്രൈ സോക്കറ്റ് എന്ന് പറഞ്ഞൊരവസ്ഥയിലോട്ട് ആ ഇത് പോവും. അതാണെങ്കിൽ പിന്നെ വന്ന് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കണം അത് ഉണങ്ങുന്നവരെ. പക്ഷെ നമ്മൾ നല്ലോണം ആ ഏരിയ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പം വരത്തില്ല. നല്ല പെട്ടെന്ന് അത് ഹീലാവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ നാക്കോ ഒന്നും ഇട്ട് അവിടെ നോക്കാൻ പാടില്ല. ഈ
അരമണിക്കൂർ കൂടി കഴിഞ്ഞ ശേഷം നമ്മൾ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മെഡിസിൻസ് കഴിക്കണം. പിന്നെ ഡയറ്റ് അന്നത്തെ ദിവസമല്ല, ഒരു 2-3 ദിവസത്തേക്ക് നമുക്ക് കഞ്ഞി അങ്ങനെ വളരെ ലൈറ്റായിട്ടുള്ള ആഹാരമേ കഴിക്കാവുള്ളൂ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ചൂടുള്ള ഒരു ആഹാരവും കഴിക്കാൻ പാടില്ല. തണുത്ത് ഇപ്പം ചായ കുടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ തന്നെ അത് തണുത്തതിന് ശേഷം മാത്രമേ കുടിക്കാവുള്ളൂ. ചൂടുള്ള ഒരു ആഹാരവും കഴിക്കാൻ പാടില്ല. അതെന്തുകൊണ്ടായിരിക്കും ഡോക്ടർ? ചൂടുള്ള ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മൾ ഒരു ബ്ലീഡിങ് നമ്മൾ അറസ്റ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ ഈ ചൂട് കയറുമ്പോഴത്തേക്കും അവിടെ വീണ്ടും ബ്ലീഡ് ചെയ്യാനുള്ള സാധ്യത കൂടും. അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ചൂട് ഒഴിവാക്കാൻ പറയും. വെയിലത്തിറങ്ങി നടക്കരുതെന്ന് പറയും. പിന്നെ ഹെവി എക്സസൈസസ് ചെയ്യരുതെന്ന് പറയും. വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല, ചെറുതായിട്ട് ജോലിയൊക്കെ ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. പക്ഷെ ഹെവി ആയിട്ടുള്ള മറ്റേ ജിമ്മിലെ എക്സസൈസസ് ഒക്കെ ഒരു 3-4 ദിവസത്തേക്ക് ഒഴിവാക്കാൻ പറയും. അതായത് ബ്ലീഡിങ് വരും. അതുകൊണ്ടാണ് നമ്മൾ അത് ഒഴിവാക്കാൻ പറയുന്നത്. അപ്പം ആ ഒരു ഏരിയ നമ്മൾ ഒന്നും ഇട്ട് നോക്കാതെ നമ്മൾ സൂക്ഷിച്ചാൽ അത് നല്ലതായിട്ട് തന്നെ ഇരിക്കും. പിന്നെ ഒരു സലൈൻ വാട്ടർ അടുത്ത ദിവസം, എക്സ്ട്രാക്ട് ചെയ്ത ദിവസം നമ്മൾ സലൈൻ വാട്ടർ യൂസ് ചെയ്യാൻ പാടില്ല. അടുത്ത ദിവസം വളരെ ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് ഒന്ന് കഴുകിയാൽ മതി. ഒരു 2-3 ദിവസത്തേക്ക് പെട്ടെന്ന് ഹീലായിക്കോളും. ഡോക്ടർ, ഈ പല്ല് എടുത്തതിന് ശേഷം ബ്രഷ് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കുമല്ലോ. ആ ഭാഗത്ത് കയറി കൊണ്ടാൽ ഇനി ബ്ലീഡ് ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ള ഒരു പേടി ഉണ്ടാവുമല്ലോ. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്നത്? അപ്പം നമ്മൾ ആ പോർഷനിൽ അധികം ബ്രഷ് കൊള്ളാത്ത രീതിയിൽ തന്നെ ബ്രഷ് ചെയ്യണം. പിന്നെ നമ്മൾ വായ കൊപ്പിളിക്കുമ്പോൾ ഒത്തിരി ഇട്ട് കുലുക്കി കൊപ്പിളിക്കാൻ പാടില്ല. ജസ്റ്റ് വായിലൊന്ന് വെള്ളം എടുത്ത് അങ്ങനെ അങ്ങ് തുപ്പിക്കളയാനേ പാടുള്ളൂ. ഒത്തിരി അവിടെ ബ്രഷ് എടുത്ത് കൊള്ളുന്ന രീതിയിലും ബ്രഷ് ചെയ്യാൻ പാടില്ല. വായിട്ട് കുലുക്കി കൊപ്പിളിക്കാനും പാടില്ല. ജസ്റ്റ് എപ്പോൾ നമ്മൾ സലൈൻ വാട്ടർ ഇത് ചെയ്താലും വായിൽ എടുക്കുക, അങ്ങനെ അങ്ങ് തുപ്പിക്കളയുക. ജസ്റ്റ് അവിടെ ക്ലീൻ ആക്കിയാൽ മാത്രം മതി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് കട്ടിയുള്ള ആഹാരം കഴിക്കരുത്. അവിടെ കയറി സ്റ്റക്കായിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആഹാരവും കഴിക്കാതിരിക്കാം. ഓക്കെ. അപ്പോൾ ഒരു 5 days ഒക്കെ ആകുമ്പോൾ അത് ഹീലായിക്കോളും. ആ ഏരിയ ഒരു 1 week കഴിയുമ്പോഴത്തേക്കും ഗംസ് വന്ന് ക്ലോസ് ആയി ആ ഏരിയ അങ്ങ് ഹീലായിക്കോളും. അപ്പോൾ പല്ലെടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് നമ്മളത് സംരക്ഷിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും ഡോക്ടർ റെന നമ്മളോട് സംസാരിച്ചു. താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച്.